ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ വലിയൊരു അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തും അകലെയും അങ്ങ് ദൂരെ ഈ ഹോളിന്റെ പരിസരങ്ങളിൽ സ്ക്രീനിലൂടെ ഈ ശ്രവണ സീമയ്ക്കുള്ളിൽ ഈ ശബ്ദപരിധിയിൽ ഈ രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ബഹുമാനിതരായ കർത്തദാസന്മാർ, എൻ്റെ ആത്മീയ ഗുരുക്കന്മാരെന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ബഹുമാനിക്കുന്ന കുവൈറ്റിലെ ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ, എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. തമിഴ്നാട്ടിലെ ഒരു ലേഡി ഡോക്ടർ രക്ഷിക്കപ്പെട്ടു. പേര് ഡോക്ടർ സെൽവകുമാരി പ്രഭാകർ. അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുതൽ അവരുടെ സ്വഭാവം എല്ലാ കാര്യത്തിനും അവർ സ്തോത്രം പറഞ്ഞിരിക്കും. അഡ്മിറ്റ് ചെയ്ത സ്തോത്രം, ഡിസ്ചാർജ് ചെയ്ത സ്തോത്രം, ഗുളിക കൊടുത്താലും സ്തോത്രം, കൊടുത്തില്ലെങ്കിലും സ്തോത്രം, OP ടിക്കറ്റ് വരുന്നവർക്ക് സ്തോത്രം, പേഴ്സണലി കാണാൻ വരുന്നവർക്ക് സ്തോത്രം. ഇവരൊരു സ്വഭാവമാണ്. ഇങ്ങനെ ഇവർ പറയാൻ തുടങ്ങിയപ്പം അവരുടെ ഹോസ്പിറ്റലിലെ തന്നെ ഒരു ഡോക്ടർ ബാലചന്ദർ ഇവരെ എപ്പോഴും കളിയാക്കും. அவரோட ചോദിക്കുங்க, தெய்வத்துக்கு என்ன காது கேட்காதா? எவ்வளவு சோத்திரம் சொல்லணும்? ஒரு 5-10 சோத்திரம் சொன்னா போதாதா? இவ்வளவு எப்பவும் உங்க தெய்வத்தை இப்படியே ஸ்துதி அப்படி துதி கொடுத்து கொண்டே இருக்கணுமா? இவ்வளவு எதுக்கு சொல்லணும் എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ദൈവത്തെ ഇതിനു വേണ്ടി സ്തോത്രം എന്തിനാ? നേരം വെളുക്കുമ്പോൾ തുടങ്ങിയ വൈകുന്നവരെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അപ്പൊ ആ ഡോക്ടർ സെൽവകുമാരി പ്രഭാകർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, நீங்க அப்படி கேட்டதுக்கும் ஸ்தோத்திரம், அதுக்கு பதில் சொல்ல தெரியாததுக்கும் സ്തോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചതിന് സ്തോത്രം, അതിന് ഉത്തരം നല്ല പോലെ എനിക്ക് പറയാൻ അറിയാത്തതിനും സ്തോത്രം. അതാ നല്ലൊരു കൃപയുള്ള ദൈവത്തിന്റെ പ്രത്യേകത. കാരണം എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ ഡോക്ടർ സെൽവകുമാരി പ്രഭാകർ, ആ ഡോക്ടർ ബാലചന്ദ്രന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് അവരെ കൂടെ വിളിച്ചു. ഇവർ കാർ ഡ്രൈവ് ചെയ്ത് ഡോക്ടർ ബാലചന്ദ്രന്റെ വീട്ടിൽ ചെന്നു. ഗേറ്റിനകത്തേക്ക് കാറ് കയറ്റി, കാറ് ഇട്ടു, ഡോറ് തുറന്ന് പുറത്തിറങ്ങിയ ബാലചന്ദ്ര ഡോക്ടറുടെ പട്ടി ഈ ഡോക്ടർ സെൽവകുമാരി പ്രഭാകരന്റെ നേരെ ഓടി വന്നു. ഇവർ പെട്ടെന്ന് സ്വോത്രം ദൈവമേ സ്വോത്രം എന്ന് പറയുകയും ഡോക്ടർ ഇറങ്ങി വന്ന് ആ പട്ടിയോട് പറഞ്ഞു, ടൈഗർ കമോൺ കമോൺ എന്ന് വിളിക്കുകയും ആ പട്ടി ഓടി ആ ഡോക്ടർ ബാലചന്ദ്രന്റെ കാഴ്ച വെട്ടി ചെന്ന് ആ യജമാനനോടുള്ള സ്നേഹം കൊണ്ട്, കുച്ചിപ്പുടിയാണോ ഭരതനാട്യമാണോ ബ്രേക്ക് ഡാൻസ് ആണോ എന്നാന്നറിയത്തില്ല, പട്ടി ആ വാലിട്ട് ഒല്ലാതെ ആട്ടിക്കൊണ്ട് ഈ ഡോക്ടർ ബാലചന്ദ്രന്റെ കാൽ കീഴിൽ നിന്നപ്പോൾ ഡോക്ടർ സെൽവകുമാരി പ്രഭാകരന് പരിശുദ്ധാത്മാവ് ഒരു ചിന്ത കൊടുത്തു. ചോദിച്ചു, ഡാക്ടർ ഇതാരുടെ പട്ടിയാ? ഒന്ന് ഡോക്ടർ ബാലചന്ദ്രൻ പറയാ, ഏം പട്ടി? എൻ്റെ വിമാനം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പട്ടിയുടെ ഉടമസ്ഥാവകാശം പുള്ളി പറയുന്ന ഗമ കണ്ടോ? എന്നറിയോ? അതിൻ്റെ നന്ദി പ്രകടനത്തിൻ്റെ അവകാശിയാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ് എൻ്റെ പട്ടിയാണ്. ഉടനെ ചോദിച്ചു, നിങ്ങളുടെ പട്ടിയാണേലും എന്തൊരു സ്നേഹമാണ്? ഉടനെ പറഞ്ഞു, 10 വർഷമായിട്ട് ഞാൻ ചോറ് കൊടുക്കുന്ന പട്ടിയാ. ഉടനെ ഡോക്ടർ സെൽവകുമാരി പ്രഭാകർ ചോദിച്ചു, ശരിയായിരിക്കാം, പക്ഷേ ഈ വാലിൻ്റെ കൊളുത്തൊടിയുന്ന പോലെ എന്തിനാ ആട്ടുന്നേ? 4-5 പ്രാവശ്യം ആട്ടിയാ പോരെ? പ്രൈസല്ലോ, ഇത് കുറേ നേരമായല്ലോ ഈ പട്ടി ആട്ടാൻ തുടങ്ങിയിട്ട്, കുറേ നേരമായല്ലോ. ഈ വാലിൻ്റെ കൊളുത്തൊടിയുന്ന പോലെ, ഇതിപ്പോൾ ഇതിന് ആട്ട് കണ്ടാൽ തോന്നുന്നു ഈ വാലിൻ്റെ കൊളുത്ത് ഇപ്പോൾ ഒടിഞ്ഞു പോകുന്നു. ഉടനെ പറഞ്ഞു, ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്ന. ഉടനെ ഡോക്ടർ സെൽവകുമാരി പ്രഭാകർ ചോദിച്ചു, നിങ്ങൾ ഈ പട്ടിക്ക് ഡൈനിങ് ടേബിളിലാണോ ആഹാരം കൊടുക്കുന്നത്? അല്ല, നിങ്ങൾ തിന്നുന്നതിൻ്റെ വേസ്റ്റ് അല്ലേ കൊടുക്കുന്നത്. നിങ്ങൾ വേസ്റ്റ് കൊടുക്കുന്ന പട്ടിക്ക് നിങ്ങളോട് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ എല്ലാം ടേസ്റ്റായിട്ട് തരുന്ന എൻ്റെ ദൈവത്തോട് എനിക്ക് എത്ര സ്നേഹമുണ്ടാകും. ഈ രാത്രി ദൈവം നമ്മെ നടത്തിയ വഴികൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്, പരിശുദ്ധാത്മാവില് ദൈവത്തെ സ്തുതിച്ചാട്ട്, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ദൈവത്തെ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ആരാധിച്ചാലും എനിക്ക് മതിയാകില്ല. ദൈവം നടത്തിയ വഴികൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു ആലോചന എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവം തന്നൊരു ആലോചനയുമാട്ടാ ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധി വന്നിരിക്കുന്നത്. ദൈവമക്കൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. അതിനാധാരമായി വേദപുസ്തകത്തിൽ ഒരു വാക്യം വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. യെസ്. പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോടുകൂടിയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും
ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാവിത്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. എല്ലാ പ്രിയപ്പെട്ടവരെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, തിരുവചനത്തെ തിരുമേനിയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നലെ രാത്രി പ്രസംഗിച്ച പരിചയം കൊണ്ട് പ്രസംഗിപ്പാനിടയാകല്ല്. ഒരു പുതിയ കൃപയാൽ അടിയനെ നിറയ്ക്കുമാറാകണം. ദൈവശക്തിയാൽ അടിയനെ നിറയ്ക്കണമേ. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ന്യായവിധിക്ക് ശേഷം പെട്ടകത്തിനകത്തു നിന്നിറങ്ങി 8 പേർ യഹോവയായ ദൈവത്തിന് യാഗം കഴിച്ചു. യാഗത്തിൽ പ്രസാദിച്ച ദൈവം, യാഗം സൗരഭ്യവാസനയായി ദൈവം പ്രസാദിച്ചപ്പോൾ യഹോവയായ ദൈവം മനുഷ്യനോട് ഉടമ്പടി ചെയ്തു. അതാണ് ഇന്ന് രാത്രി വായിച്ച വേദഭാഗം. ആ ഉടമ്പടിക്ക് അടയാളമായി സർവശക്തനായ ദൈവം ആകാശത്തിൽ ഒരു വില്ല് വെച്ചു. അതാണ് റെയിൻബോ അല്ലെങ്കിൽ മഴവില്ല്. എഴുതിയിട്ടോ, ദൈവം ന്യായവിധിക്ക് ശേഷം നമ്മോട് ചെയ്ത ഉടമ്പടിക്ക് 7 നിറമാണ്. ആമേൻ. മഴവില്ലിന് 7 നിറമാണെങ്കിൽ ദൈവത്തിന്റെ ഉടമ്പടിക്കും 7 നിറങ്ങളാ. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗ വിഷയം സപ്തവർണ്ണ കവചിതമായ ദൈവത്തിന്റെ സ്നേഹം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും ആശ്ചര്യത്തോടെ എന്നെ നോക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നു ചില പ്രിയപ്പെട്ടവർ കണ്ണുനീർ തുടച്ചു മടുക്കും. ഇന്ന് ചിലർ ആത്മാവിൽ നൃത്തം ചെയ്യും. സംഘർഷഭരിതമായ ആത്മവികാരങ്ങളാൽ ഇന്ന് രാത്രി പലരും നിറയപ്പെടാൻ പോകുക. തിരുവചന സത്യത്തിന്റെ മാർമിക രഹസ്യങ്ങളുടെ ചാക്കുകെട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അഴിക്കാൻ പോകുക. വചനത്തിന്റെ മാർമിക രഹസ്യങ്ങളെ എന്റെ ദൈവം വെളിപ്പെടുത്താൻ പോകുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്നോട് സംസാരിക്കണമേ എന്ന്. ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതമായ കരം വെളിപ്പെടാൻ പോകുന്നതിനാൽ എന്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. നിങ്ങൾക്കറിയാവുന്നതും എനിക്കറിയാവുന്നതും നമുക്ക് പലർക്കും അറിയാവുന്നത് ദൈവത്തിന്റെ ഒരു നിറമേ അറിയൂ. എന്നാ കേട്ടോ, എൻ്റെ ദൈവത്തിന്റെ സ്നേഹത്തിന് 7 നിറമുണ്ട്. ആമേൻ, ആമേൻ. നിങ്ങൾ ഞാനും പറയും, എനിക്ക് കർത്താവിനെ അറിയാം. എൻ്റെ രോഗക്കിടക്കയിൽ എന്നെ സൗഖ്യമാക്കിയ ദൈവം, അതൊരു നല്ല നിറമാണ്. പക്ഷെ ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോബ് പറയും, ഞാൻ സൗഖ്യമായിട്ട് നടന്നപ്പോൾ എന്നെ രോഗിയാക്കിയ ഒരു ദൈവത്തെ എനിക്ക് പരിചയമുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും രോഗം തന്ന ദൈവത്തെ പരിചയമുണ്ടോ? ഇല്ലെങ്കിൽ ഓർത്തോ, അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് ഈ രാത്രി നിങ്ങൾ അറിഞ്ഞിട്ട് പോകണം. സൗഖ്യമാക്കുന്ന ദൈവം മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്ക് വേണ്ടി ചിലപ്പോൾ കഷ്ടതയിലൂടെ നമ്മെ ഇറക്കി വിടുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി നിങ്ങൾ അറിയാതെ പോകരുത്, നിങ്ങൾ അറിയാതെ പോകരുത്. എന്റെ ദൈവത്തിന് അങ്ങനെ ഒരു നിറമുണ്ട്. ആമേൻ, ആമേൻ. നമുക്കൊക്കെ അറിയാവുന്നത് വിസ തന്ന ജോലിയോടുകൂടെ നല്ല ശമ്പളത്തിൽ കുവൈറ്റിൽ കൊണ്ടുവന്ന യേശുവിനെ അറിയും. എന്നാൽ ഇവിടെ കൊണ്ടുവന്ന് ജോലി തന്നിട്ട് ആ ജോലി കളയിപ്പിച്ച് വീസയും നഷ്ടപ്പെടുത്തി നിന്നെ സ്നാനവെള്ളത്തിൽ ഇറക്കാൻ തേരാപാര നടത്തിയ ഒരു ദൈവമുണ്ടെന്ന് ഈ രാത്രി അറിയാവുന്നവരിനകത്തിരിപ്പുണ്ട്. അവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അങ്ങനെ ഒരു ദൈവമില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും യേശുവിനെ കണ്ടുമുട്ടുകയില്ല. പ്രതികൂലത്തിലൂടെ ദൈവം നമ്മെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. ഇന്ന് രാത്രിയും ഇതിനകത്തും ഈ പുറത്തും കേൾക്കുന്ന
ചില മാനസിക സംഘർഷത്തിലാണെന്ന് എനിക്കറിയാം. ചില വേദനാജനകമായ വിഷയത്തിന്റെ മുമ്പിലാ അവരോട് പരിശുദ്ധാത്മാ പറയുന്നു, ദൈവത്തിന് ഇന്ന് രാത്രി നിന്നോടൊരു വ്യവഹാരമുണ്ട്. തമ്പുരാന് നിന്നെ ചില ഉദ്ദേശങ്ങൾ സാധിപ്പിച്ച് അതിലൂടെ കൊണ്ടുവരാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഇന്ന് രാത്രി യോഗത്തിൽ കൊണ്ടുവന്നിരിക്കുകയാ. ഓർത്തോ, ഇന്ന് രാത്രി നിങ്ങൾ വന്നതല്ല, എന്റെ ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. ഇവിടെ ചിലരെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്, അവർ വന്നതല്ല, ദൈവം അവരെ കൊണ്ടുവന്നതാകയാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. നമുക്കെല്ലാവർക്കും അറിയാവുന്നത്, സുവിശേഷ നിമിത്തം നിയമപരമായ നടപടിക്ക് വിധേയപ്പെട്ടാൽ ആ ഹല്ലേലൂയ സ്ഥലത്ത് ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവത്തെയാ. പത്രോസിനോട് ചോദിക്കുക, പത്രോസേ, നിനക്ക് ദൂതന്മാരെ പരിചയമുണ്ടോ? ഉണ്ട്. എങ്ങനറിയാം? കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ എൻ്റെ തോളിൽ തട്ടി എന്നെ എഴുന്നേൽപ്പിച്ച് വാതിലുകൾ തുറന്ന് വെളിയിൽ കൊണ്ടുവന്ന ദൈവത്തെ എനിക്കറിയാം. പത്രോസ് മാറി നിൽക്ക്. ഞങ്ങൾക്ക് പൗലോസിനോട് ഒരു കാര്യം ചോദിക്കണം. ബഹുമാനപ്പെട്ട പൗലോസേ, ഈ പത്രോസ് പറയുന്ന യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. കാരാഗ്രഹ പ്രമാണിയൻ കുടുംബത്തെ സ്നാനപ്പെടുത്തുവാൻ റോഡിൽ കൂടെ പോയി എന്നെ ജയിലിനകത്ത് പിടിച്ചു കയറ്റിയ ഒരു യേശുവിനെ എനിക്കറിയാമെന്ന് പൗലോസ് പറയും. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശുവിനറിയാം. റോഡിൽ കൂടെ വെറുതെ പോയ പൗലോസിനെ കാരാഗ്രഹത്തിനകത്ത് കയറ്റി കാരാഗ്രഹ പ്രമാണിയെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ എന്റെ യേശുവിനറിയാമെന്ന് ഇന്ന് രാത്രി നാം അറിയാതെ പോകരുത്. ആമേൻ, ആമേൻ. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, പരീക്ഷയിൽ ജയിപ്പിക്കുന്ന ദൈവത്തെ മാത്രം പരിചയപ്പെട്ടാൽ പോരാ. നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ 1-2 വിഷയത്തിന് തോൽപ്പിക്കുന്ന ഒരു ദൈവത്തെ കൂടെ പരിചയപ്പെട്ടിട്ടേ പോകാവൂ. അത് പ്രസംഗിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ജയിപ്പിക്കുന്ന ദൈവത്തെ, ഇന്ന് എല്ലാവർക്കും ഇഷ്ടം ജയിപ്പിക്കുന്ന ദൈവത്തെ ഇഷ്ടം. ഹല്ലേലൂയ. എന്നാൽ ചിലപ്പോഴൊക്കെ നിന്നെ മുട്ടുമടക്കിക്കാൻ വേണ്ടി ചില വിഷയത്തെ തോൽപ്പിക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി അറിയാതെ പോകരുത്. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ആമേൻ, ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത്, കുടുംബജീവിതത്തിൽ പല പ്രശ്നവുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ യോജിച്ച് ഏക മനസ്സോട് മുമ്പോട്ട് പോകുന്ന കുടുംബമായിരിക്കണം എൻ്റെ കുടുംബം എന്നല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ച്? കർത്താവിൻ്റെ ദാസനായ യോശുവയും അങ്ങനെ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. എന്നാ കേട്ടോ, ചിലപ്പോൾ നിന്റെ കുടുംബത്തിൽ നീ അറിയാതെ നിരപരാധിയായിരിക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വരും. എന്തിനാണെന്നറിയാമോ? പൂർവാധികം ശക്തിയോടെ നിന്റെ കുടുംബ ബന്ധം തിരിച്ചൊരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുവാൻ, രണ്ടുപേരും മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായി തീരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നീ അറിയാത്ത ചില വിഷയങ്ങളുടെ പേരിൽ കുടുംബ ബന്ധങ്ങളിൽ ശിഥിലങ്ങൾ ഉണ്ടാക്കി എന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഈ രാത്രി ദൈവമക്കൾ അറിയണം. ഇന്ന് രാത്രി ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ, ചില വിഷയങ്ങൾ ദൈവം മറുപടി അയക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിൻ്റെ 7 നിറങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല, എങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ 2 നിറമെങ്കിലും ഇന്ന് രാത്രി പറയണമെന്നുണ്ട്. 7 നിറവും ഞാൻ പറയാം, അതിൽ നിന്ന് 2 വിശദീകരിക്കാം. ആമേൻ. 1, എൻ്റെ ദൈവം പിതാവായ ദൈവമാണ്. 2, എൻ്റെ ദൈവം ശ്രേഷ്ഠ ഇടയനാണ്. കാടും വീടെന്ന ചിന്ത ഓടുന്ന വീതിയിലും ആടിനെ തേടുന്ന മനസ്സ് കാലൊടിഞ്ഞാടിനെ തഴുകി തലോടി തോളിലേറ്റി കൂട്ടിലെത്തിക്കുന്ന ശ്രേഷ്ഠനായ ഇടയനാണ് സ്വർഗത്തിലെ എൻ്റെ ദൈവം. തീർന്നില്ല. പറക്കുവാൻ ആഗ്രഹിക്കുന്ന കഴുകനെ ആകാശത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി അവിടുന്ന് താഴേക്കിട്ട് പാറയിൽ ചിന്നിച്ചതറി പോകുമെന്ന് മനസ്സിലാകുന്ന സമയത്ത് താണു പറന്നു വന്ന് ചിറകിലെടുത്ത് പറക്ക പഠിപ്പിക്കുന്ന കഴുകനാണ് എൻ്റെ സ്വർഗത്തിലെ ദൈവമെന്നറിയണം. തീർന്നില്ല. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ ചേർക്കുന്ന പോലെ ശത്രു വരുമ്പോൾ ചിറക് വിടർത്തി ചിറകിൻ്റെ മറവിൽ ചേർക്കുന്ന ഒരു തള്ളക്കോഴിയാണ് എൻ്റെ കർത്താവ്. 4, തീർന്നില്ല. കുഴിക്കകത്ത് കിടക്കുന്ന ചെളി വാരിയെടുത്ത് കൈക്കകത്ത് വെച്ച് ഈ മണ്ണുകൊണ്ട് ഞാനൊരു ബില്ലി ഗ്രഹാമിനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കളിമണ്ണ് കൊണ്ടൊരു ബില്ലി ഗ്രഹാമിനെയും ബെനിഹിനെയും റോജർ ഹോഷ്മയെയും വില്യം ലീയെയും ഉണ്ടാക്കിയ ദൈവമാണ് എൻ്റെ ദൈവം. ഇന്ന് രാത്രി തൻ്റെ കൈക്കകത്തിരുന്ന് ചീത്തയായി പോയതിനെ തനിക്കിഷ്ടമുള്ള മറ്റൊന്നായി പണിയുവാൻ കഴിയുന്ന ഒരു കുശവനാണ് എൻ്റെ കർത്താവ്. ഇന്ന് രാത്രി അറിയണം. 5, 6, തീർന്നില്ല. എൻ്റെ ദൈവം വെള്ളി ഊതി കഴിക്കുന്ന പോലെ നമ്മെ പണിത് പുറത്തു കൊണ്ടുവരുന്ന ഒരു തട്ടാനാണ്. നമ്പർ 7, 7, അരിമ മണവാട്ടിയെ തങ്കച്ചിറകിലേറ്റി കൊണ്ടുപോകുന്ന ശ്രേഷ്ഠ മണവാളനാണ് എൻ്റെ കർത്താവ്. ഇന്ന് രാത്രി വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. ഇന്ന് രാത്രി 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. അതിലൊന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. 103-ാം സങ്കീർത്തനം 13-ാം വാക്യം. യെസ്,
അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. അപ്പന് വാക്യം അല്പം നിർത്തി വായിക്കണം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി നിങ്ങളോട് അല്പസമയം ആദ്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്ന ഒരപ്പൻ. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണം. എന്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിളിനകത്ത് ഒരമ്മ ദൈവം ഇല്ല. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവം അപ്പനാകയാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. എന്റെ കർത്താവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, എന്റെ ദൈവം അമ്മ ദൈവമല്ല, എന്റെ ദൈവം അപ്പനാണ്. കാൺമീൻ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ മാതാവല്ല, പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. വേദപുസ്തകം വായിക്കുക. അവൻ 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 ഒരിടത്തും അവൾ എന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ സ്ത്രൈണ സ്വഭാവമുള്ള സ്ത്രീ ദൈവങ്ങൾ സർവാഭരണ വിഭൂഷിതയായിട്ട് ഇറങ്ങിയത്? ഉത്തരം, ഏദനി വെച്ച് പിശാച് ഹവ്വായോട് പറഞ്ഞു, നീ ഇത് തിന്നാൽ ദൈവത്തെ പോലെയാകും. അങ്ങനെയാണ് പെൺ ദൈവങ്ങൾ ഉണ്ടായത്. ആമേൻ, ഹല്ലേലൂയ. എലോഹിം എന്ന ദൈവനാമത്തിന് ലിംഗഭേദങ്ങൾ ഇല്ല. ദൈവം ആണുമല്ല, ദൈവം പെണ്ണുമല്ല. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന, നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ എൻ്റെ ദൈവം വെളിപ്പെട്ടത് പുരുഷനായിട്ടാ. വൈ? എന്തുകൊണ്ട്? ഇന്ന് രാത്രി അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഒരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ പത്രം വായിക്കാനായിട്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പം ഒരു ടാറ്റ ബെൻസ് ലോറിയുടെ ഓണടി കേട്ടു. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഇടി എൻ്റെ വീട് ഒരു പോക്കറ്റ് റോഡിലാണ്, അതിൽ ലോറി വരാൻ ചാൻസ് ഇല്ല. ഞാൻ ഭാര്യയോട് ചോദിച്ചു, രാവിലെ ഇതെന്താ, ഇതിലെ ലോറി വല്ലതും വരുന്നുണ്ടോ? എൻ്റെ ഭാര്യ പറഞ്ഞു, അച്ഛാ ലോറി ഒന്നുമല്ല, പിന്നെ മീൻകാരൻ മീനും കൊണ്ട് വന്നതാന്ന്. ഞാൻ ചോദിച്ചു, ലോറിയലാണോ? അല്ല, പിന്നെ സൈക്കിളിൽ. നിങ്ങൾക്കറിയാമോ, 500 രൂപയുടെ മത്തിക്കൊട്ടയും കൊണ്ട് അങ്ങേര് വന്നപ്പോൾ അതേ കൊണ്ടുവന്നത് 2000 രൂപയുടെ ഹോണ. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ. കോഴി മുട്ടയിട്ടേച്ച് ഒക്കുന്ന പോലെ ഇച്ചിരി ഇല്ലാത്തൊരു മുട്ടയിടും, കുവൈറ്റ് മുഴുവൻ നടന്ന് കൊക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്ന പോലെ ഈ മനുഷ്യന്റെ സ്വഭാവം. നിങ്ങളൊരു കടയിൽ ചെന്ന സാധനം എടുത്ത് ഒരു ചീപ്പ് മേടിച്ച് അതിൽ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്തോനേഷ്യ. ഒരു ചെറിയ ഷർട്ട് ബനി മേടിച്ച് വെറും 200 വിൽസിന്റെ ഒരു സാധനം മേടിച്ച് അതിൽ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ജപ്പാൻ. മനുഷ്യനെല്ലാം താൻ ഉണ്ടാക്കിയ സാധനം തൻ്റേതാന്ന് പറയാൻ വേണ്ടി അതെല്ലാം അവൻ്റെ പേരച്ചടിക്കാൻ വ്യഗ്രതയുള്ളവനാണ് മനുഷ്യൻ. എൻ്റെ അപ്പനെ കുറിച്ച് ഇന്ന് രാത്രി പറയട്ടെ, കർത്താവ് താമരപ്പൂവേൽ തൻ്റെ പേരെഴുതിയില്ല. എൻ്റെ ദൈവം സൂര്യനിൽ തൻ്റെ പേരെഴുതിയില്ല. എൻ്റെ ദൈവം ചന്ദ്രനിൽ തൻ്റെ പേരെഴുതിയില്ല. എൻ്റെ ദൈവം സപ്തസാഗരങ്ങളിൽ തൻ്റെ പേരെഴുതിയില്ല. നമ്മളൊക്കെയാണ് 50 സ്ഥലത്ത് കടൽക്കരയിൽ എഴുതി വെച്ചേനെ, ഞാൻ ഉണ്ടാക്കിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഉണ്ടാക്കിയ ദൈവം ഒന്നേലും തൻ്റെ പേരെഴുതി വെച്ചില്ല. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അതിൻ്റെ ഒരു സന്തോഷം പറയാൻ പോവാ. മനുഷ്യൻ എന്തിനാ പേരെഴുതുന്നേ? ഉത്തരം, അതുപോലത്തെ വേറൊരു കമ്പനിക്കാരൻ ഉണ്ടാക്കിയ കേസ് കൊടുക്കാനാണ് മെയ്ഡ് ഇൻ USA, മെയ്ഡ് ഇൻ ഇന്തോനേഷ്യ എന്നൊക്കെ എഴുതുന്നത്. ദൈവം എന്താ പേരെഴുതാഞ്ഞേ? ദൈവം പറയുന്നു, നിനക്ക് ചോണയുണ്ട്, നീ ഒരു സൂര്യൻ ഉണ്ടാക്ക്. അല്ലെങ്കിൽ ദൈവത്തിന് ഒരു കംപ്ലൈന്റും ഇല്ല, ആര് വേണേലും ഉണ്ടാക്കിയോ. പ്രൈസ് ദി ലോർഡ്. ദൈവമാകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. വൈകിട്ട് വീട്ടിൽ ചെല്ലണം, റോഡിൽ നിന്ന് എവിടെന്നെങ്കിലും ഇച്ചിരി പൊടി എടുത്തോണ്ടേ പോകാവൂ. തമ്പുരാൻ പൊടിയെടുത്ത് ആദാമിനുണ്ടാക്കി, അതിൽ ഊതിയപ്പോൾ ആദാമായെന്ന, ജീവനുള്ള ദേഹിയായെന്ന. ഓരോ പിടി മണ്ണ് വാരിക്കൊണ്ട് രാത്രി വീട്ടിൽ പോവുക. എന്നിട്ട് വീട്ടിൽ ചെന്നിരുന്ന് വെട്ടമുള്ളടത്തിരുന്ന് ഊതി നോക്ക്. കണ്ണേ വീണാൽ നീ ദൈവമല്ല, ആദാമായാലേ നമ്മൾ ദൈവത്തുള്ളൂ. സൃഷ്ടിപ്പിന് അധികാരം സ്വർഗത്തിലെ തമ്പുരാന് മാത്രമാകയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സന്തോഷമുള്ളവർ ഇന്ന് രാത്രി കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. എന്റെ ദൈവം സൃഷ്ടിതാവാകയാ, അവൻ സകലത്തിന് ഉദയവനാകയാ, ദൈവത്തെ വാഴ്ത്തുകയാണ്.
ഇന്ന് രാത്രി ആ ദൈവത്തെ ഞാൻ മലയാള ഭാഷയിൽ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം? അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിര് നിശ്ചയിച്ചവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ഭൂരാജാക്കന്മാർക്ക് അധിപതിയും, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത കാപട്യമറ്റ കനക കോമളൻ, കരുണാ ശീതളൻ, വയോധികനായ പിഞ്ചു ശിശു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പങ്കച്ച കെട്ടിയവൻ, നിലവിളക്കയുടെ നടുവിൽ നിലയങ്കി ധരിച്ചവൻ, വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചു പോലെ ശബ്ദമുള്ളവൻ, ഊഴിയിലെ പൂഴിയെ നാഴിയിൽ എടുക്കുന്നവൻ, സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളങ്കയിൽ എടുക്കുന്നവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോല് കൊണ്ട് അളക്കുന്നവൻ, ആകാശത്തിന്റെ പരിണാമത്തെ വിരൽ കൊണ്ട് അളക്കുന്നവൻ, പച്ചവെള്ളം വീഞ്ഞാക്കിയവൻ, പത്രോസിനെ പാസ്റ്ററാക്കിയവൻ, മരിച്ചവനെ ഉയർപ്പിച്ചവനായ എന്റെ ദൈവം അവൻ സ്വർഗത്തിലെ അപ്പനാകയാൽ അങ്ങനെ ദൈവം ഭൂമിയിൽ ഒന്നേലും തന്റെ പേരെഴുതിയില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. എന്നാൽ തമ്പുരാൻ മണ്ണുകൊണ്ട് നമ്മളെ ഉണ്ടാക്കിയപ്പം സൂര്യനും ചന്ദ്രനും സമുദ്രവും ഒക്കെ സൃഷ്ടിച്ച പോലല്ല, തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ചപ്പം തൻ്റെ രൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും നമ്മുടെ മേൽ തമ്പുരാന്റെ ഒരു സീലടിച്ചാ ഉണ്ടാക്കിയേ. എന്നാന്നറിയോ? അപ്പനും മക്കളും ആയതുകൊണ്ടാ. ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നാം അവന്റെ മക്കളായതുകൊണ്ട് ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി അവന്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചതിനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവമില്ലെന്ന് പറയുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ കേട്ടോ, ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിന്റെ രൂപമാ. ആസ്തലോപിത്തിക്കസ്, രാമാപിത്തിക്കസ് തുടങ്ങിയ നട്ടലിന് വരാത്ത ചിമ്പാൻസി വർഗത്തിൽപ്പെട്ട കുരങ്ങ് പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായതെന്നും, നമുക്ക് പണ്ട് വാലുണ്ടായിരുന്നെന്നും, നമ്മുടെ പൂർവികന്മാർ ആഫ്രിക്കയിലായിരുന്നെന്നും, കുറുകി കുറുകി വാല് പോയി ഇങ്ങനെയായെന്നും പറഞ്ഞു നടക്കുന്ന ഹതഭാഗ്യന്മാർ 1-ാം നൂറ്റാണ്ടിലെ അറിയൂസും നോസ്റ്റിക് മതക്കാരും വലിച്ചെറിഞ്ഞ വീടിയുടെ മുറിക്കുറ്റി എടുത്തു വലിക്കുന്ന 21-ാം നൂറ്റാണ്ടിലെ ഒരുപാട് നിരീശ്വരവാദികൾ ഉണ്ട്. പക്ഷേ ഒരു കാര്യം അവർക്ക് അബദ്ധം പറ്റി. 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ സകല കൊരങ്ങന്മാരുടെ സംഘടന ദൈവം തമ്പുരാൻ ഒരു എഴുത്തു കൊടുത്തു. സർവശക്തനായ നാഥ, മനുഷ്യനെയും അങ്ങാണ് സൃഷ്ടിച്ചത്, ഞങ്ങളെ അങ്ങാണ് സൃഷ്ടിച്ചത്. പക്ഷേ കുരുത്തം കെട്ട ചില മനുഷ്യർ ഞങ്ങൾ അവരുടെ വല്യപ്പനാന്ന് പറഞ്ഞ് നടക്കുന്നു. ഞങ്ങൾക്കതിന് താല്പര്യമില്ല. കാരണം അവരുടെ ഇടയിലുള്ള പോലുള്ള അഴിമതികളും കുടുംബ വഴക്കും മദ്യപാനവും കഞ്ചാവ് വലിയും ഭാര്യയെ കൊല്ലുന്ന പദ്ധതിയും ഞങ്ങളുടെ കുരങ്ങന്മാരുടെ ഇടയിൽ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അത്രയും അതപ്പതിച്ചിട്ടില്ലാത്തതുകൊണ്ടും മനുഷ്യന്റെ അത്രയും വിവരദോഷികളല്ലാത്തതുകൊണ്ടും കുരങ്ങന്മാരായ ഞങ്ങൾ അവരുടെ പൂർവികന്മാരല്ലെന്ന് ദൈവം തമ്പുരാൻ ദയവായിട്ട് അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഇത് പറഞ്ഞാൽ കുരങ്ങ് പോലും നമ്മൾ ഉപേക്ഷിച്ചെന്നർത്ഥം. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇന്നത്തെ തലമുറ മൃഗത്തേക്കാൾ അതപ്പതിച്ചു പോയത് കൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയിടത്തേക്ക് കിടക്കുന്നില്ല. ഇന്ന് രാത്രി അതിൽ നിന്നൊരു കാര്യം കൂടെ ഉറപ്പാണ്, നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് ഉറക്കപ്പെടുകയാ. ആമേൻ. ഇവിടെ മൃഗമനുഷ്യനും കല്ല് മനുഷ്യനും മരമനുഷ്യനും ഒക്കെ ഉണ്ട്. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന ആരും ആ ഇനത്തിൽ ഒന്നും പെടാത്ത ദൈവത്തിന്റെ മനുഷ്യരാകയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്, ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ഈ നമ്മുടെ എല്ലാ ഇൻഷൽ എങ്ങനെയാണ് ഈ അപ്പന്റെ ഇൻഷൽ വന്നതെന്ന് വെറുതെ ഞാനൊന്ന് ചിന്തിച്ചു നോക്കിയതാണ്. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. നമുക്കാർക്കും അമ്മയുടെ ഇൻഷലില്ല. അതെന്താ? സത്യത്തിൽ സഹോദരിമാർക്ക് അമ്മയുടെ ഇൻഷലും നമുക്കൊക്കെ അപ്പൻ്റെ വരേണ്ടത്. പക്ഷെ എല്ലാവർക്കും അപ്പൻ്റെ വന്നു. അതെങ്ങനാ? ചിന്തിച്ചപ്പോഴാ മനസ്സിലായത്. ആരോട് ചോദിക്കാനാ? വല്യപ്പന്മാരോട് ചോദിക്കാൻ അവരുണ്ടോ? പിന്നെ പോയിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. ലോകത്ത് ഇന്ന് കാണുന്ന സകലത്തിന്റെ ഉൽപ്പത്തി ബൈബിളാകിയാൽ നമുക്ക് ഒന്നാമത്തെ മനുഷ്യനോട് ചോദിക്കാം, ആദാമേ നിന്റെ ഇൻഷൽ ഏതായിരുന്നു? ഉത്തരം, ആദാം ദൈവത്തിന്റെ മകൻ. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം അറിഞ്ഞോ അറിയാതെയോ അപ്പൻ്റെ ഇൻഷൽ നമുക്ക് വരാൻ കാരണം നമ്മുടെ എല്ലാവരുടെയും അപ്പൻ ഒന്നായതുകൊണ്ടാ. ഏക മനുഷ്യനിൽ നിന്ന് ലോകത്തിൽ മുഴുവൻ കുടിയിരിപ്പാൻ അവൻ മനുഷ്യനെ ഉളവാക്കിയെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. സ്തോത്രം, സ്തോത്രം. സാധാരണ എല്ലാ യോഗത്തിലും ആരാധിച്ച് സഹായിക്കുന്നത് സഹോദരിമാരാ. ഈ യോഗത്തിൽ അത് നടക്കുകയില്ലെന്ന് എനിക്കറിയാം.
അപ്പൻ്റെ കാര്യമല്ലേ പറയുന്നത്, പറഞ്ഞോ. എന്നിട്ട് നിങ്ങൾ സന്തോഷിക്കും, നിങ്ങൾ അപ്പന്മാരെല്ലാം കൂടി ഇരുന്ന് സന്തോഷിക്കും. ഞങ്ങളെന്തിനാ ഇങ്ങനെ വന്നേ? എന്നാൽ പിന്നെ യോഗത്തിൽ നോട്ടീസ് വെച്ചാൽ പറയുന്നു അപ്പൻ്റെ പ്രസംഗമാണ്, ഞങ്ങൾ വരണ്ടെന്ന്. ക്ഷമിക്കണം ബഹുമാനപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, ഇതൊരു ഹല്ലേലൂയ ദൈവശാസ്ത്രപരമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരികയാ. നിങ്ങളുടെ ഒരു കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. എല്ലാ അമ്മമാരും പറയുന്നതാണ്, ഞാൻ വിവാഹിതനാണ്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് അമ്മയുണ്ട്, സഹോദരിമാരുള്ള ബഹുമാനം എനിക്കുണ്ട്. അതുകൊണ്ടും കൂടെ ഞാൻ പറയട്ടെ, എല്ലാ അമ്മമാരും പറഞ്ഞു കരയുന്നൊരു വാക്കുണ്ട്, ഞാനാ പ്രസവിച്ച്, ഞാനാ ജന്മം കൊടുത്ത്. ശരിയാ, നമുക്കത് പറയാൻ പറ്റുമല്ലോ. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിൻ്റെ ശാരീരിക വേദന, ഫിസിക്കൽ പെയിൻ അനുഭവിച്ചതൊരമ്മയാണ്. പക്ഷെ അത് അനുഭവിച്ച അമ്മയോട്, നല്ല അമ്മമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട അമ്മേ, ശരീരത്തിൻ്റെ വേദനയാണോ വലുത്, മനസ്സിൻ്റെ വേദനയാണോ വലുത്? മനസ്സിൻ്റെ. അത് അനുഭവിച്ചത് ഞങ്ങളാ. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ തന്നെ പറയുന്നു മനസ്സിന്റെ വേദനയാ വലുതെന്ന്. അങ്ങനെയാണ് ശരീരത്തിന്റെ വേദന നിങ്ങൾ അനുഭവിച്ചെങ്കിൽ മനസ്സിന്റെ വേദന അനുഭവിച്ചത് ഒരു അപ്പനാ. അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞത്, ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ ആ ജന്മത്തിന്റെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചത് ഒരപ്പൻ തന്നെയാ. ആമേൻ, ആമേൻ, സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. 2 കുഞ്ഞുങ്ങളുടെ പിതാവാണ് ഞാൻ. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി ഒരു അമ്മയെ ഒരു സ്ട്രെച്ചറെ കിടത്തി 2 അറ്റൻഡർമാർ ലേബർ റൂമിലോട്ട് കൊണ്ടുപോവുക. ഭർത്താവ് കൂട്ടത്തിൽ നടക്കുകയാണ്. അപ്പം ഇങ്ങനെ ആശുപത്രി കൂടെ പോകുന്നെങ്കിലും ഇവർ 2 പേരും മുഖത്തോട് മുഖം നോക്കി പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് പോവാണ്. ലേബർ റൂമിന്റെ വാതൊക്കെ ചെന്നപ്പോൾ എഴുതിയിട്ടുണ്ട് നോ അഡ്മിഷൻ. പുള്ളിക്ക് അകത്തോട്ട് കയറാൻ പറ്റുകയില്ല. അറ്റൻഡർമാർ അകത്തോട്ട് കൊണ്ടുപോയി പറഞ്ഞു പ്രാർത്ഥിച്ചോളാവുന്ന. അകത്തോട്ട് പോയി കഥ കടഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരമ്മ അകത്ത് വേദന അനുഭവിക്കുക. ഇവിടെ ആർക്കെങ്കിലും ആ പേരുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അകത്തോട്ട് പോയ ആ സ്ട്രെച്ചറെ കൊണ്ടുപോയ സഹോദരിക്ക് സൂസമ്മ എന്ന് പേരിടുന്നു. വെറുതെ സൂസമ്മ ഇപ്പോൾ വേദന അനുഭവിക്കുക. ആ ലേബർ റൂമിന്റെ വാതൊക്കെ നിങ്ങൾ നോക്കിയേ, ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ നടക്കുന്നത് കണ്ടോ? അങ്ങനെ ആൾക്കാരല്ല പറഞ്ഞു സൂസമ്മ അഡ്മിറ്റ് ആയെന്ന്. അങ്ങനെ ബന്ധുക്കളെല്ലാം വരാൻ തുടങ്ങി. വരുന്നവര് വാതൊക്കെ നിൽക്കുന്ന പുള്ളിയോട് ചോദിക്കാം സൂസമ്മയ്ക്ക് എങ്ങനെ ഉണ്ട്? പുള്ളി പറഞ്ഞു അറിയത്തില്ല, അകത്താ. അടുത്ത ആളും വന്ന് ചോദിച്ചു സൂസമ്മയ്ക്ക് എങ്ങനെ ഉണ്ട്? പുള്ളി പറഞ്ഞു അറിയത്തില്ല, അകത്താ. ഒരൊറ്റ മനുഷ്യൻ വന്നു സൂസപ്പൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചില്ല. അറിയാവോ, ഒരു സൂസപ്പൻ അതിലെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഈ വേദന മുഴുവൻ അനുഭവിച്ചോണ്ട് അദ്ദേഹം ഈ ഒരു അപ്പനല്ലേ, അദ്ദേഹം വേദന മുഴുവൻ അനുഭവിച്ചോണ്ട് വാതൊക്കെ കൂടെ നടക്കും. ഒരെണ്ണം വന്ന് ചോദിക്കണമല്ലോ സൂസപ്പൻ എങ്ങനെ ഉണ്ടെന്ന്. സകല പേർക്ക് പറയേണ്ടത് സൂസമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നേഴ്സ് ഇറങ്ങി വന്ന് പറഞ്ഞു, ഇറങ്ങി ഇങ്ങോട്ട് വരികയാണ്. പുള്ളി ചോദിച്ചു സൂസമ്മ എന്ത്? സൂസമ്മ എന്ന് പുള്ളി പറഞ്ഞു സൂസമ്മ അവിടെ ഉണ്ടല്ലോ. പുള്ളി പിന്നെ നടക്കുകയാണ്. നേഴ്സുമാർ വെള്ള ഡ്രസ്സ് ഇട്ട് ആരതിലെ പോയാലും പുള്ളി ചോദിക്കും സൂസമ്മ എങ്ങനെ ഉണ്ട്? ഉടനെ ചിലർ പറഞ്ഞു അടങ്ങി നില്ല, സൂസമ്മ അകത്തുണ്ട്. എങ്ങനെ നിൽക്കും അടങ്ങി? ഒരപ്പനല്ലേ. അങ്ങനെ ആയപ്പോൾ ഒരു നേഴ്സ് വന്ന് ചോദിച്ചു സൂസമ്മയുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? പുള്ളി പറഞ്ഞു ഉണ്ട്, ഞാനാ, ഭർത്താവാ. പിന്നെ പറഞ്ഞു സൂസമ്മ പ്രസവിച്ചു. അതിൻ്റെ അർത്ഥം സൂസമ്മയുടെ വേദന തീർന്നു. സൂസമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് വന്ന് പറഞ്ഞപ്പോൾ സൂസമ്മയുടെ വേദന തീർന്നു. പോകാൻ തുടങ്ങിയപ്പോൾ ഈ പുള്ളി ചോദിച്ചു സിസ്റ്ററെ ഒന്ന് നിൽക്കണേ, കുഞ്ഞ് ആണാന്നോ പെണ്ണാന്നോ? സിസ്റ്റർ പറഞ്ഞു പെണ്ണാ. സൂസപ്പന് 2ാമത്തെ വേദന തുടങ്ങി. അമ്മേ, സൂസമ്മയുടെ വേദന തീർന്നു, സൂസപ്പന്റെ വേദന ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത് ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഒരമ്മയ്ക്ക് ജന്മം കൊടുത്ത് അവസാനിപ്പിച്ചാൽ മതി. പക്ഷെ ഒരപ്പൻ മുഴുവൻ ഉത്തരവാദിത്വവും ആ അപ്പനിൽ നിക്ഷിപ്തമാ. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ കുറിച്ച് ആത്മഭാരമുള്ള പിതാക്കന്മാരുടെ ഹൃദയത്തിലെ മൂർഖം സ്വർഗം കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഒരമ്മയ്ക്ക് ഭാരമില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഭൗമികമായി ഈ ലോകത്തിൽ ഒരു അമ്മയുടെ അപ്പന്റെ ഉദാഹരണമാണ് വിഷയം സ്വർഗത്തിലെ അപ്പനാ. ഞാൻ വേറൊരു രംഗം കൂടെ പറയാം. ഒരു അമ്മയും അപ്പനും നമ്മൾ വ്യത്യാസം പറയാം. എറണാകുളത്തുള്ളൊരു വീട്, ഒരു അമ്മയ്ക്ക് അപ്പനും കൂടെ ഒരു മകൻ. അവൻ കമ്പ്യൂട്ടറൊക്കെ കഴിഞ്ഞു, പഠിത്തമെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ അവരൊരു ഇന്റർവ്യൂവിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയി. അമ്മയും അപ്പനും കാത്തിരിക്കുകയാണ്. വൈകുന്നേരമായി, 6 മണിയായി. അപ്പൻ ഇങ്ങനെ ഇരിക്കുന്നു, അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് വരാന്തയിൽ. അവനെ കാണുന്നില്ല. സന്ധ്യയാകാൻ തുടങ്ങിയപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് അവനെ കാണാനും ഇല്ലല്ലോ. ഉടനെ ഭർത്താവ് പറഞ്ഞു ലീലാമ്മേ ഇവിടെ വന്നിരിക്കേ. പിന്നെയും വന്നിരിക്കും.
കുറച്ചു നേരം കൂടെ കാണാൻ വരുമ്പോൾ എൻ്റെ ദൈവമേ സന്ധ്യയാകുന്നു, അവനെ കാണാനുമില്ലല്ലോ. എൻ്റെ ഭർത്താവ് പറഞ്ഞു, ലീലാമ്മേ നീ ഇവിടെ വന്നിരുന്നേ. ഇത് കണ്ടാൽ നമുക്കെല്ലാം തോന്നും ഈ ലീലാമ്മയ്ക്ക് മാത്രമേ ആ മോനോട് അല്ല. ലീലാമ്മ ഇങ്ങനെ എഴുന്നേറ്റ് നിലാവത്ത് കോഴി അഴിച്ചു വിട്ട പോലെ നടക്കുമ്പം വന്നിരിക്കാൻ പറയാൻ ഒരാൾ വേണ്ടേ? പുള്ളിയും കൂടെ എഴുന്നേറ്റ് നടന്നാലോ നാട്ടുകാർ പിടിച്ചിരുത്തേണ്ടി വരും. അതുകൊണ്ടാണ് സങ്കടം ഉണ്ടെങ്കിലും ചില അപ്പന്മാർ ശാന്തമായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വരുന്നുണ്ട്. പിന്നെ അമ്മ ചാടി വെച്ചു, രണ്ടവൻ വരുന്നു. അന്നേരം അപ്പനോട് ചോദ്യം ചോദിച്ചേ, അവൻ വരുത്തില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? അതാണ് അപ്പൻ, അതാണ് അപ്പൻ. ഉൾക്കാഴ്ചയുള്ള ആളാണ് അപ്പൻ. എന്നിട്ട് അവനെ അമ്മ വിളിച്ചു പറയാം, മോനെ ഇങ്ങ് കയറുവാ. അത് കേട്ടാ തോന്നുന്നു അവൻ അങ്ങേ വീട്ടിൽ പോകുന്നു. അവൻ ആ വീട്ടിലോട്ട് തന്നെ വരുന്നത്. എന്നാലും അമ്മയുടെ ഒരു തിടുക്കം. അമ്മയും മോനും കയറി വന്നു. കയറി വന്നെ അമ്മ എടുത്തോട്ട് വന്നിട്ട്, നീ ഇന്ന് എന്തെങ്കിലും കഴിച്ചോ? അവനൊന്നും വേണ്ടിയില്ല. എനിക്കറിയാം, നിങ്ങൾ കണ്ടോ നോക്കുന്ന അവൻ്റെ മോൻ നോക്കി, അവൻ ഇന്നത്തെ ഒരു പൈനാപ്പിൾ ജ്യൂസോ ഒരു മസാല ദോശയോ ഇവൻ എന്തായാലും മേടിച്ചു. നിന്റെ കാശില്ലായിരുന്നോടാ? എനിക്കറിയാം അവൻ കഴിച്ചില്ല. ഇവൻ്റെ മോൻ കണ്ട എനിക്കറിയാം. ഭയങ്കര ബഹളം ഈ അമ്മ, ഇവൻ കഴിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ബഹളം വെച്ചപ്പം അപ്പൻ എഴുന്നേറ്റു. അതുവരെ അപ്പൻ എഴുന്നേറ്റില്ല. അപ്പൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ലീലാമ്മേ നീ അകത്തോട്ട് പോ, നീ അകത്തോട്ട് പോ. അകത്തോട്ട് പോയി കഴിഞ്ഞേ ആ അപ്പൻ, അവിടെയാണ് നമ്മൾ തകരുന്നത്. അടുത്ത് ചെന്ന തോളിൽ കൈയിട്ടിട്ട് ചോദിച്ചു, മോനെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൻ അറിയേണ്ടത് ദോശ തിന്നോന്നല്ല, ഇവന് ഭാവി ഉണ്ടാകുമെന്ന് അറിയണ്ടേ. നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടിയോ? പ്രൈസ് ദി ലോർഡ്. ഇവൻ മസാല ദോശ തിന്നോന്നല്ല അറിയേണ്ടത്, ഇവന് വല്ല ഭാവി ഉണ്ടാകുമെന്ന. കാരണം ഇൻഷല് പുള്ളിയുടെയാ. ഇന്ന് രാത്രി എൻ്റെ സ്വർഗത്തിലെ അപ്പൻ അറിയേണ്ടത്, നീ ഇന്ന് രാത്രി കുപ്പൂസ് തിന്നോന്നല്ല, ചിക്കൻ തിന്നോന്നല്ല, നിന്റെ ഭാവി എങ്ങനെ ഉണ്ടാകും? നിന്റെ ആത്മാവിന് രക്ഷ കിട്ടിയോ? ഇതുവരെ നീ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണോ? കർത്താവിന്റെ വരവെങ്കിൽ നീ എടുക്കപ്പെടുമോ? ദൈവ വചനം നീ അനുസരിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പൻ അതിനാ ഇങ്ങോട്ട് നമ്മളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതാണെന്നുള്ളതിന് നിങ്ങളുടെ മക്കൾ ശാസ്ത്രീയമായി ഒരു തെളിവും ഇല്ല. ഒരു ബന്ധമേ നിങ്ങൾക്ക് മക്കളുമായിട്ടുണ്ടാകുന്നുള്ളൂ. ആ ബന്ധത്തിന്റെ പേരാണ് ആംബ്ലിക്കൽ കോഡ് റിലേഷൻ. അത് മുറിച്ച് മടക്കി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് ഒന്നും എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി ഒന്നും ലഭിക്കുന്നില്ല. അതിനു മുമ്പും ആംബ്ലിക്കൽ കോഡ് വഴി എന്താ ലഭിച്ചത്? നറിഷ്മെന്റ്സ്, ആഹാരത്തിന്റെ അംശങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, ഓക്സിജൻ, ഇതൊക്കെയാ കിട്ടിയത്. ആമേൻ. ഒരു അമ്മയുടെയും രക്തം ഒരു കുഞ്ഞിന്റെ മേൽ ഇല്ല എന്നാണ് ഇതുവരെ ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത്. നോബൽ സമ്മാന ജേതാക്കളായ രക്തത്തിലെ പ്ലേറ്റേഴ്സിനെ സംബന്ധിക്കുന്ന, അതായത് ഹ്യൂമോഗ്ലോബിന്, ലൂക്കോമൈറ്റസ്, ആന്റിടോക്സിൻ, ഇങ്ങനെയുള്ള രക്തത്തിലെ ഘടകങ്ങളെ സംബന്ധിക്കുന്ന ആധികാരികമായ പഠനങ്ങൾ, തീസീസുകൾ ലോകത്തിന് സമർപ്പിച്ച വില്യം ഹാർവേ, കാൾ സ്റ്റെയ്നർ തുടങ്ങിയ പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാരുടെ 200 വർഷത്തെ പഠനത്തിൽ ഇതുവരെയും ഒരു അമ്മയുടെ രക്തം കുഞ്ഞിന്റെ മേൽ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. മാതൃത്വം തെളിയിക്കാൻ ഒരു ബ്ലഡ് ടെസ്റ്റ് ഇതുവരെ ചരിത്രത്തിൽ നടന്നിട്ടുമില്ല. പക്ഷെ പിതൃത്വം തെളിയിക്കാൻ ടെസ്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് DNA. ഒരു മാതൃത്വം ഇതുവരെ സംശയിക്കപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ തെളിയിക്കാൻ ശാസ്ത്രീയ തെളിവുകളുമില്ല. നിങ്ങൾക്ക് ഒരു നെറ്റിചുളുക്കമുണ്ട്. ഈ ശാസ്ത്രീയ വിഷയം ശരിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇനി ഞാനൊരു ദൂത് പറയാൻ പോകുക. നിങ്ങൾക്ക് ഈ നിന്നീസയ്ക്ക് ഗ്രൗണ്ടിൽ കൂടെ ഇറങ്ങി ഒന്ന് ഓടി ആത്മാവിൽ സന്തോഷിക്കാൻ തോന്നും. ഒരാത്മാവിന്റെ ദൂത് പറയാൻ പോകുക. എന്തുകൊണ്ടാണ് ശാസ്ത്രം ഇതുവരെയും ഒരമ്മയുടെ രക്തം കുഞ്ഞിന്റെ മേൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാത്തത്? എന്തുകൊണ്ടാണ് ആ ഭാഗം ഇന്നും മറയപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, അങ്ങനെ കണ്ടുപിടിച്ചാൽ, നിങ്ങളൊന്ന് ആരാധിക്കാൻ മനസ്സോടിരിക്കണം, അങ്ങനെ കണ്ടുപിടിച്ചാൽ മറിയുടെ രക്തമാണ് യേശുവിന്റെ മേലുള്ളതെന്ന് തെളിയിക്കപ്പെടും. അങ്ങനെ തെളിയിക്കപ്പെട്ടാൽ യേശുവിന്റെ രക്തം കൊണ്ട് പാപമോചനം ഉണ്ടാകുകയില്ല. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഒരു ദൈവശക്തി ആവരിക്കട്ടെ, ഒരു ദൈവശക്തി ആവരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന
കഴിയുന്നവർ മുഴുവൻ അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ട്. യേശുവിന്റെ രക്തം അത് പാപം മോചിക്കുന്ന രക്തം. യേശുവിന്റെ രക്തം അത് ദിവ്യ രക്തം. യേശുവിന്റെ രക്തം അത് പുണ്യാക രക്തമാകിയാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. ചൂടാമാന ജഗദാരഗജമനം ദലബൗഡമജാനാല നീകനബൗഡ ജഗദാന ചൂടാമാനഗരഗജാന ഔഷമന ജഗദീകാന ജഗദമനം ദലബൗഷാന നീകനബൗഡ ജഗദാന നീബാജാനഗരഗജാന. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ രാത്രി കുവൈറ്റിൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചൂടമനഗജാമാനാല നീബാജാനഗരഗജാന ഔഷമന ജഗദീകാന ജഗദാനെ ഔഷമന നീബലബൗഡ ജഗദാന നീബലബൗഡ ജഗദാന. പരിശുദ്ധമാവേ, ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഭൂമിയിലെ ജനത്തിന് വ്യാപരിക്കട്ടെ. രോഗികളുടെ രോഗബന്ധനങ്ങൾ ഈ രാത്രി അഴിഞ്ഞുമാറുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ രാത്രി വ്യാപരിക്കട്ടെ. ഈ രാത്രി വ്യാപരിക്കട്ടെ. ചൂടമ ജഗദമന ജാന ജഗദഗജാന ചൂടാ ജഗദേലഗജമന ജഗരേഗനബൗഡാല ഊദാമ ജഗജാന നീബലബൗഷ ജഗദേന ഔഡമ ജാനഗരഗജേലഗജമന ഊഡമ ജഗദാരഗജമന നീബലബൗഷ രാജാന. ഹല്ലേലൂയ. യെസ് യെസ് പ്രൈസ് ദി ലോർഡ്. ഊദമന ശംബൽ പൗഡരബശാല. ഇങ്ങനെ തന്നെ ആത്മാവിൽ ആരാധിച്ച് മണിക്കൂറുകൾ നിൽക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ സമയപരിധി, വളരെ പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, മനുഷ്യന്റെ രക്തത്തിൽ പാപമുണ്ട്, മനുഷ്യന്റെ രക്തത്തിൽ പ്രതികാര ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു. എന്തിന്? തന്റെ സഹോദരനോട് പ്രതികാരം ചെയ്യാൻ. വിശുദ്ധനായ ഹാബേലിന്റെ രക്തത്തിനകത്ത് വരെ എന്തുണ്ട്? പ്രതികാരമുണ്ട്. അതുകൊണ്ടാ എബ്രായ ലേഖനക്കാരൻ പറഞ്ഞത്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന അവൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. മറിയോട് ദൂതൻ വന്ന് പറഞ്ഞു, യേശു നിന്റെ ഉള്ളിൽ വരും. മറിയ ഒരു ചോദ്യം ചോദിച്ചു. പ്രസംഗ ഭാഷ എനിക്കറിയാഞ്ഞിട്ടല്ല, ആ ചോദ്യം അങ്ങനെ തന്നെ ചോദിച്ചാലേ ജനത്തിന് മനസ്സിലാകൂ. ഞാൻ പുരുഷനെ അറിയായികയാൽ. ഉടനെ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. രണ്ടർത്ഥങ്ങളാ. ഒന്ന്, നിന്റെ ഉദരത്തിൽ ജനിക്കുന്നവന് നിന്റെ രക്തവുമല്ല, നീ പുരുഷനെ അറിയായക കൊണ്ട് ഒരു ആണിന്റെ രക്തവുമല്ല, പകരം ക്രിസ്തുവിന്റെ രക്തം പുണ്യാഹ രക്തമാകയാൽ, പുണ്യാഹ രക്തമാകയാൽ, പുണ്യാഹ രക്തമാകയാൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതുതന്നെയാണ് ദൈവവചനം ശുശ്രൂഷിക്കപ്പെടും നടക്കുന്നത്. പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്താലുള്ള ജനനം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു അങ്ങനെ ജനിച്ചതെങ്കിൽ ഒരു ദൈവ പൈതൽ എങ്ങനെ ജനിക്കണം? ഉത്തരം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. വാക്യം, കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ഇന്ന് രാത്രി വീണ്ടും ജനനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവും ഇവിടെ പ്രസംഗിക്കുന്ന ദൈവവചനവും നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നിട്ട് ഒരു പുതിയ കുഞ്ഞുണ്ടാകുന്നു. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ. ആമേൻ. ലോകത്തിൽ 2 സൈസ് മുട്ടയേ ഉള്ളൂ. ആമേൻ. മൂന്നാമതൊരു സൈസ് ഉണ്ട്, അത് നമുക്ക് പ്രസക്തമല്ലാത്തതുകൊണ്ട് എങ്കിലും മൂന്നാമത്തെ പറയാം. 3 സൈസ് എന്ന് വേണേൽ പറയാം. 2 സൈസ് എന്ന് പറഞ്ഞത്, 1 പൊരിക്കുന്ന മുട്ടയും 2 വിരിക്കുന്ന മുട്ടയും. പിന്നെ ചോദിക്കും, മൂന്നാമത്തെ സൈസോ? അത് ഇത് രണ്ടിനും ഒത്തില്ലെങ്കിൽ യോഗമെല്ലാം തീർന്നു കഴിഞ്ഞ് പഞ്ചായത്തിന് പുറത്ത് കൊണ്ട് കളയുന്ന ചീമുട്ട എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 18 ദിവസം കഴിഞ്ഞ് ഈ കോഴിമുട്ട ഇരുന്ന് അനങ്ങുന്ന കണ്ടപ്പം തള്ളക്കോഴി ചോദിച്ചെന്നാ പറയുന്നത്, കുഞ്ഞേ. ഉടനെ അകത്തിരുന്ന് കോഴിക്കുഞ്ഞ് പറഞ്ഞെന്നാ പറയുന്നത്, മമ്മീന്ന്. ഈ യോഗത്തിന് വന്നിരുന്ന് ചെറിയ അനക്കമുള്ളവരെ കണ്ടാൽ അറിയാം
വിരിയും. വ്യാഴാഴ്ച വിരിഞ്ഞില്ലേലും വെള്ളിയാഴ്ച വിരിയും. ഒരു പ്രതീക്ഷയുണ്ട്, കാരണം അനക്കം ഉണ്ടല്ലോ. ഒരുപാട് നാളായിട്ട് ഒരു അനക്കവും ഇല്ലാതെ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാകും താമസിയാതെ ചീമൊട്ടയാകാൻ സാധ്യതയുണ്ട്. അവരാണ് ഈ സഭയ്ക്ക് നാറ്റം. കൈവക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. അല്ലേ, ചിലർ ആവേശം മൂത്ത് കൈവക്കി കളയും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പോൾ ഈ തള്ളക്കോഴി ഈ കോഴിമുട്ടയുടെ പുറത്ത് ഇരിക്കുമ്പോൾ ആ മുട്ടയ്ക്ക് ഒരു ദ്വാരവും വീഴുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനം മെഡിക്കൽ വിഭാഗമൊക്കെ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് അറിയാം. മുട്ട 2 സൈസ് എന്ന് പറഞ്ഞു. ഒന്ന് തോട്, പാട, വെള്ളക്കരു, മഞ്ഞക്കരു. ഇത്രയുള്ള മുട്ട സാധാരണ മുട്ടയാണ് പൊരിക്കുന്നത്. ബുൾസയോ, ഫ്രൈഡ് എഗ്സോ, സ്ക്രാമ്പിൾഡ് എഗ്ഗോ, എഗ് ടോസ്റ്റോ, ഓംലെറ്റോ, ബുൾസയോ ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. മുട്ടയുടെ ഒത്തിരി ഐറ്റംസ് എനിക്കറിയില്ല, അറിയാവുന്ന ഐറ്റംസാണ് പറഞ്ഞു. എന്നാൽ അടുത്ത മുട്ട അങ്ങനത്തെ അല്ല. തോട്, പാട, വെള്ളക്കരു, മഞ്ഞക്കരു, ഉൾക്കരു എന്നൊരു കരുവും ഓക്സിജന്റെ ചെറിയൊരു ഉറയുമുണ്ട്. സുവോളജി പഠിച്ചവർക്കറിയാം. ആമേൻ. അപ്പോൾ ഇതെന്താന്ന് ചോദിച്ചാൽ ഉൾക്കരു എന്ന് പറയുന്നില്ലേ, അതാണ് അപ്പൻ. മനസ്സിലായവർക്ക് ദൈവത്തിൽ. അതുകൊണ്ടാണ് ഈ അടവക്കാറാകുമ്പം ഈ തള്ളമാര് നടന്ന് ചോദിക്കും, അടവക്കാൻ കൊള്ളാവുന്ന മുട്ടയുണ്ടോ? എൻ്റെ പൊന്ന് തള്ളെ, ആ കട ആവശ്യം പോലെ മുട്ട വെക്കുന്നില്ല, 10 മേടിച്ച് അട വെച്ചാൽ പോരെ? ഉത്തരം, അതിനകത്ത് അപ്പനില്ല. ആമേൻ. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തീർന്നില്ല. ഈ അപ്പനുള്ള മുട്ടയാണ് തള്ളക്കോഴിയുടെ കീഴിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 9 ദിവസം കഴിയുമ്പോൾ മുട്ടയ്ക്കകത്ത് ചുവന്ന വരകൾ വീഴും. തോടിന് ദ്വാരം വീഴുന്നില്ല, തോട് പൊട്ടുന്നില്ല, പക്ഷെ അകത്ത് ചുവന്ന വരകൾ വീഴും. അതാണ് രക്തം. അതെവിടുന്നുണ്ടാകുന്ന? അടയിരിക്കുന്ന തള്ളക്കോഴിയിൽ നിന്ന് മുട്ടയ്ക്കകത്തേക്ക് കയറുന്നതല്ല, പകരം ഉൾക്കരുവിൽ നിന്ന് വ്യാപരിക്കുന്നതാണ് രക്തം. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് വചനത്തിൻ്റെ വിത്ത. ആമേൻ. തെളിവ് തരാം ഇന്ന് രാത്രി. വായിക്കാം. 1 യോഹന്നാൻ 3:7-9 വാക്യങ്ങൾ വായിക്കാം. കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ, ദൈവം നീതിമാനായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അല്ലല്ല, അതിന് മുമ്പ് ഒരു വാക്കുണ്ട്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ഇന്ന് രാത്രി കേട്ടോണം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. 9-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. എന്തു വസിക്കുന്നെന്ന? വിത്ത്. അതുകൊണ്ടാണ് നാട്ടുകാർ ചിലരെ കാണുമ്പോൾ പറയുന്നത് വിത്ത് ഗുണം 10 ഗുണം എന്ന് പറഞ്ഞാൽ അകത്തെ വിത്ത് ഏതാണോ അതാ ആള്. അങ്ങനെയാണ് ഇന്ന് രാത്രി ഏതാണ് ഒരു ദൈവവൈതന്റെ അകത്തെ വിത്ത്? ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് അല്ല. പാപത്തിന്റെ വിത്താണെങ്കിൽ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ച, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. എന്നാ കേട്ടോ, പാപം ചെയ്യുന്നവന്റെ അപ്പൻ പിശാചും ദൈവവചനം അനുസരിക്കുന്നവന്റെ അപ്പൻ സ്വർഗ്ഗത്തിലെ ദൈവവുമാകും. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. മനസ്സിലായവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞതനുസരിച്ച് എനിക്കൊരു ഭാഗം കൂടെ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അപ്പൻ ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെ അപ്പന്റെ മകനാകാൻ ദൈവവചനമാകുന്ന വിത്ത് ഇന്ന് രാത്രി ആരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു അവർക്ക് മാത്രമേ സ്വർഗ്ഗത്തിൽ അപ്പന്റെ മകനാകാൻ പറ്റൂ. 1 യോഹന്നാൻ 5:1 യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 5:18 ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അതോടെ നിർത്തട്ടെ. അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. എന്നാൽ സപ്തവർണ്ണ കവചിതമായ ദൈവ സ്നേഹത്തിന്റെ മറ്റൊരു നിറം എൻ്റെ ദൈവം തട്ടാനാണ്. തട്ടാൻ. വാക്യം സദർശവാക്യങ്ങൾ 25:4 വാക്യം. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ, എല്ലാവരും ശ്രദ്ധിക്കണം, വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ ഒരു ഉരുപ്പടി കിട്ടും. ആർക്കാ? തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും.
നാമാകുന്ന വെള്ളിയിൽ നിന്ന് പാവമാകുന്ന കീടം നീക്കിക്കളഞ്ഞാൽ സ്വർഗത്തിലെ ദൈവമാകുന്ന തട്ടാന് നല്ലൊരു ഉരുപ്പടി കിട്ടും. പാപം നീക്കുന്നില്ലെങ്കിൽ പിശാചിന് ഇട്ട് തട്ടാൻ ഒരു ഉരുപ്പടി കിട്ടും. ഇന്ന് രാത്രി ഏതാകണമെന്ന് തീരുമാനിക്കുവാൻ നമുക്കിന്ന് രാത്രി അവസരമുണ്ട്. ഹല്ലേലൂയ. അതിനിന്ന് രാത്രി സ്വർഗത്തിലെ തട്ടാൻ എന്താ ചെയ്യുന്നത്? മലാക്കി പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും, ആ തട്ടാന്റെ പ്രത്യേകത അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും, വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും, വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിക്കും. ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി തന്നെ തിരുവല്ലയിലെ 2-3 ജൂവല്ലറിയുടെ വാതുക്കൽ തട്ടാന്മാരിയ്ക്കുന്നിടത്ത് പോയി ഇങ്ങനെ നിന്നു. ഒരു തട്ടാനോട് ചോദിച്ചു, ഉപദേശിയാണോ? അതെ. സ്വർണ്ണമൊന്നും ഉപയോഗിക്കാത്ത ഇയാളെന്തിനാ കുറേ നേരമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞതൊന്ന് കാണാൻ നിൽക്കുക. അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. എനിക്കന്നൊരു കാര്യം മനസ്സിലായി. പണിയാനുള്ള ഉരുപ്പടി തീക്കകത്തിട്ടച്ച് തട്ടാൻ ചായ കുടിക്കാൻ പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും എന്നെയും കുവൈറ്റിൽ എൻ്റെ തമ്പുരാൻ പണിയാൻ കൊണ്ടുവന്നിട്ടിട്ട് അവൻ നമ്മളെ തീക്കകത്തിട്ടേച്ച് പോകുന്നവനല്ല, അവൻ അടുത്തിരുന്നു പണിയുന്ന തട്ടാനാണ്. ഇന്ന് രാത്രി നമ്മെ പണിയാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാ. അല്ലെങ്കിൽ അവൻ ഒരു ആഭരണമാക്കാൻ പോകുകയാ. നമ്മളെ പണിത് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ആഭരണമായി പണിയുവാൻ ഇന്ന് രാത്രി നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ആമേൻ. തീക്കകത്ത് കിടന്ന് വല്ലാതെ ഉരുകുമ്പോൾ അറിയാതെ ചോദിച്ചിട്ടുണ്ട്, നാഥാ എത്ര നാളീ വേദന സഹിക്കണം? കടക്കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീരുമുണ്ട്. തലകണ നനച്ച് കരയുമ്പോൾ കൂട്ടത്തിൽ ഉറങ്ങുന്നവർ പോലും നീ എന്തിനാ കരയുന്നെന്ന് ചോദിക്കുകയല്ല. കട്ടിലിന്റെ താഴെ മുട്ടുകുത്തി നീ ഹൃദയം തകർന്ന് പറഞ്ഞിട്ടില്ലേ, ദൈവമേ മതി മതി, സഹിക്കാമേല കർത്താവേ, എനിക്ക് സഹിക്കാൻ വയ്യ. നിന്നയും പരിഹാസങ്ങളും വേദനകളും അടിക്കടി കടന്നു വന്നപ്പോൾ മതി യഹോവേ മതി എന്ന് നീ പറഞ്ഞില്ലേ? ഓർത്തോ, നിന്നെ തകർത്ത് കളയാനല്ല, അവൻ നിന്നെ പണിയുകയാ, അവൻ നിന്നെ പണിയുകയാ. അപ്പോഴാണ് ഭക്തൻ അറിയാതെ പാടും, ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും പരിഹാസം ഓതിയാലും, ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും, ഏൻ പ്രാണനാഥൻ പോയതായ പദമതി, ഏൻ പ്രാണനാഥൻ പോയതായ പദമതി, യേശുയൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസ, യേശുയൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസ, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. എനിക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, തട്ടാൻ്റെ കയ്യിലൊരു കുഴലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ ഊതും. എന്തിനാന്ന് ചോദിച്ച പുള്ളി പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത് വില കൂടിയ സാധനമാണ്, സ്വർണ്ണമാണ്. ഞാനൊന്ന് കണ്ണ് തിരിഞ്ഞാൽ മതി, ചാരം കയറി അങ്ങ് മൂടും. ചില വിശ്വാസികളും അങ്ങനെ, ഇങ്ങനെ സ്ഥിരമായിട്ട് കൺവെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ചാരമില്ലാതെ പോകും. യോഗമൊക്കെ ഇടയ്ക്കില്ലാതെ ഇരിക്കുമ്പോൾ ഓഫീസിനകത്ത് വെച്ചും ആരും ഇല്ലാത്ത സമയത്ത് ടിവിയുടെ മുമ്പിലിരിക്കുമ്പോഴൊക്കെയായി ചാരം കയറുന്നത്. റിമോട്ട് കൺട്രോളറിൻ്റെ ചില ചാനലെ ചാരം കയറുന്ന സൈസാ. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.
ചില ചാനൽ നീ ഞെക്കുമ്പോൾ നീ ചാരത്തിനകത്താ. ആമേൻ. അന്നേരമാണ് ദൈവദാസന്മാർ ഊതി ഇത് പുറത്തു കൊണ്ടുവരുന്നത്. തട്ടാന്റെ കയ്യിലെ കുഴലെന്തിനാണെന്നറിയാമോ? നീ ചാരം മൂടി പോകാതിരിക്കാനാ. ദൈവകൃപ നഷ്ടപ്പെട്ട് പിന്മാറ്റത്തിന്റെ ചാരത്തിനകത്ത് മൂടിക്കിടക്കുന്ന ചിലരിന്ന് രാത്രി യോഗം കേൾക്കുന്നുണ്ട്. തട്ടാൻ ഇന്ന് രാത്രി ഒരു കുഴലുമായി വന്നിട്ടുണ്ട്. ഊതി ഊതി നിന്റെ ചാരം കളഞ്ഞ് നിന്നെ പുറത്തൊന്ന് കൊണ്ടുവരാൻ പണിയാനിട്ടിരിക്കുന്ന നീ വില കൂടിയതാ. നീ ചാരം മൂടി പോകാനുള്ളതല്ല. പിശാചിന്റെ ചാരം നിന്നെ മൂടരുത്. അമേൻ, അമേൻ. ഇടയ്ക്കിടയ്ക്ക് സഹിക്കാൻ മേലാതാകുമ്പോൾ ഇടത്തെ കയ്യിലൊരു ചവണയുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ എടുത്തിച്ചിട്ട് നേരം പൊക്കി പിടിക്കും. അന്നേരം നമ്മൾ സന്തോഷം. പൊക്കി അങ്ങനെ ഒത്തിരി നേരം പിടിക്കുകയില്ല, പിന്നെ അതിനകത്തോട്ട് തന്നെ ഇടും. ഇടയ്ക്കൊക്കെ 3 ദിവസമോ 7 ദിവസമൊക്കെ ഉപവാസം ഇരിക്കുമ്പം തമ്പുരാൻ നമ്മളെ ഒന്ന് പൊക്കി പിടിക്കും. ഒരാശ്വാസമാണ് നമുക്ക്. ചില വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പം പിന്നെ അതിനകത്തോട്ട് തന്നെ ഇടും. അന്നേരം നമ്മൾ അറിയാതെ പാടുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, വിശ്വാസത്യാഗമില്ലാതെ. അറിയാതൊക്കെ പാടുകയല്ലേ. അടുക്കളയിലൊക്കെ കറിക്കരിയുമ്പോൾ അമ്മമാർ അന്നേരമാണ് പാടുന്നത്. ദോഷമായിട്ടൊന്നുമെന്നോ. അന്നേരം ഓർത്തോണം, തമ്പുരാനിങ്ങനെ തീക്കാത്തൂടെ നിന്നെ കൊണ്ടുപോവുക. ആമേൻ. പിന്നെ ഒരു സന്തോഷം, ഈ തട്ടാൻ്റെ ഇടത്ത് വശത്ത് ഒരു ചട്ടിക്കകത്ത് ഇച്ചിരി വെള്ളം ഇരിപ്പുണ്ട്. അതൊരാശ്വാസമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇങ്ങനെ കോരി ഒഴിക്കും. ആമേൻ. ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എത്ര നാളിങ്ങനെ കിടക്കണം? ന്യായമായൊരു ചോദ്യമാണ്. ഇന്ന് രാത്രി ചോദിക്കാം, ഈശോയെ, നാഥാ, ഈ വിശ്വാസ ജീവിതത്തിന്റെ ശോധനയിൽ ഞങ്ങൾ എത്ര നാളിങ്ങനെ കിടക്കണം? ഇതിനകത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും കൺകോണുകൾ നനയുന്നുണ്ടെന്ന് എനിക്കറിയാം. അറിയാതെ ഇന്ന് രാത്രി കണ്ണുകൾ നനഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരിനകത്തുണ്ട്. കർത്താവേ, ഈ വിശ്വാസത്യാഗമില്ലാതെ എത്ര നാള് ഞാനിവിടെ ജീവിക്കണം? ആമേൻ. ഉത്തരം, ഇടയ്ക്കിടയ്ക്ക് തട്ടാൻ ഇതിങ്ങനെ എടുത്തു നോക്കുന്നത് എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ കറക്റ്റ് തട്ടാന്മാരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, കീടം നീങ്ങിയ സ്വർണമാണെങ്കിൽ തട്ടാൻ ഇങ്ങനെ പൊക്കി നോക്കും, തട്ടാന്റെ മുഖം കറക്റ്റിന് കാണാം. നമ്മളൊക്കെ ചില വഴിയിരിക്കുന്നൊക്കെ ചില കണ്ണാടി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അതിനകത്തൂടെ നമ്മൾ നോക്കുമ്പം നമ്മളല്ലെന്ന് തോന്നും. അത് നമ്മുടെ കുഴപ്പമല്ല, കണ്ണാടിയുടെ കീടം കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? യേശുവിൻ്റെ രൂപം നമ്മിൽ ശരിയായ രീതിയിൽ പ്രതിബിംബിക്കണമെങ്കിൽ പാപമാകുന്ന കീടം നമ്മിൽ മുഴുവനായി മാറണം. ആമേൻ, ആമേൻ. അങ്ങനെയുള്ളത് മാത്രമേ നല്ലൊരു ഉരുപ്പടിയായിട്ട് പുറത്തു വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തട്ടാൻ ഇങ്ങനെ എടുത്തു നോക്കി തട്ടാന്റെ മുഖം കാണുന്നുണ്ടെന്നറിഞ്ഞാൽ തട്ടാൻ പിന്നെ അത് തീക്കകത്തിടുകയല്ല, പിന്നെ അത് വെള്ളത്തിലോട്ടിടും. ആമേൻ. ഇതുവരെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പാസ്റ്ററെ. ഇപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകണമല്ലോ. തീക്കകത്തുനിന്ന് എടുത്തു നോക്കിയ ഉരുപ്പടിയേൽ സ്വർണത്തേൽ തട്ടാന്റെ മുഖം ശരിയായി പ്രതിബിംബിച്ചാൽ നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് അർത്ഥം. അടുത്ത പടി നിന്നെ വെള്ളത്തിനകത്ത് മുക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് വിശ്വാസ സ്നാനത്തെ കാണിക്കുന്നു. ഒരാഭരണമായി നീ പുറത്തു വരുവാൻ ചില പ്രോസസ്സുകളിലൂടെ നീ കടന്നു പോകണം. എന്നിട്ടാണ് പറഞ്ഞത്, വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ അവൻ നിന്നെ ഊതിക്കഴിച്ച് പുറത്തു കൊണ്ടുവരും. വെള്ളിയിൽ നിന്ന് കീടം മാറിക്കഴിഞ്ഞാൽ ആ സ്വർഗത്തിലെ തട്ടാനോ നല്ലൊരു ഉരുപ്പടി കിട്ടുമെന്ന്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഈ യോഗത്തിൽ കടന്നു വന്ന ചില പ്രിയപ്പെട്ടവരെ ഒരു ഉരുപ്പടിയാക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് പ്രയോജനമുള്ളവരായി, പരിശുദ്ധാത്മാവിന് പ്രയോജനമുള്ളവരായി, കർത്താവിന്റെ തങ്കപാത്രങ്ങളാക്കി, കർത്താവിന്റെ കരുണാപാത്രങ്ങളാക്കി, കർത്താവിന്റെ മാനപാത്രങ്ങളാക്കി ഇന്ന് രാത്രി ചിലരെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് പ്ലാനുണ്ട്. ഇന്ന് രാത്രിയായ അപ്പന്റെ മകനാകുവാൻ, വീണ്ടും ജനിക്കുവാൻ, ദൈവത്താൽ ജനിച്ചവരായി, പാപമില്ലാത്തവരായി, ഒരു പുതിയ
ഇരട്ടിയായി ഈ രാത്രി മടങ്ങിപ്പോകാൻ കീടങ്ങളെല്ലാം മാറിപ്പോകട്ടെ, കീടങ്ങളെല്ലാം മാറിപ്പോകട്ടെ. പറഞ്ഞവസാനിപ്പിക്കാം. സപ്തവർണ്ണ കവചിതമായ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ 7ാമത്തെ നിറമെന്ന് ഞാൻ പറഞ്ഞു നിർത്തിയത്, അവൻ നമ്മുടെ മണവാളനാണ്. എൻ്റെ പ്രാണപ്രിയൻ വരാറായി, എൻ്റെ അരുമ മണവാളൻ വരാറായി. അവളോട് കാത്തിരിക്കുന്ന തൻ്റെ സഭയെ ചേർക്കുവാൻ എൻ്റെ യേശു വരാറായി. ഗോമേതകം, മരതകം, മാണിക്യം, പത്മരാഗം, വൈഡൂര്യം, പുഷ്യരാഗം തുടങ്ങിയ 12 വിധ രത്നങ്ങൾ കൊണ്ട് 1378 നാഴിക സമചതുരത്തിൽ 20 അടി സമചതുര മുറികളെ തിരിച്ചാൽ 782,84,135 മുറികളുള്ള 12 ഗോപുരവും ജീവവൃക്ഷവും പളുങ്കുകടലും സ്വച്ഛ സ്ഫടിക തങ്ക തുല്യമായ തെരുവീതികളുമുള്ള പുത്തൻ യെരൂശലേം എന്ന സ്വർഗീയ ഭവനം തന്റെ മണവാട്ടിക്ക് വേണ്ടി അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാ. എന്നെ മണവാളൻ എന്ന സഭയെ ചേർക്കുവാൻ എത്രയും വേഗം മടങ്ങി വരാൻ പോകുകയാ. Praise the Lord. Praise the Lord. Praise the Lord. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവർ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടും. ഒരൊറ്റ ചോദ്യം ചോദിച്ച് അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥനയിലേക്ക് നീങ്ങാം. കർത്താവ് ഒരിക്കൽ വാനമേഘത്തിൽ വരും. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കീടം മാറിയ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ദൈവമക്കളോട് കർത്താവ് വിളിച്ചു പറയും, ഇവിടെ കയറി വരുവിൻ. സംശയമൊന്നുമില്ലല്ലോ. അത് വിശ്വസിക്കുന്നവർ കരുമൂർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അടുത്ത ചോദ്യം, ഇവിടെ കയറി വരുവിൻ എന്ന് കർത്താവ് ഏത് ഭാഷയിൽ പറയും? നിങ്ങൾ പറയും മലയാളത്തിൽ പറയുമെന്ന്. അങ്ങനെയാണെങ്കിൽ കുവൈറ്റികളായ ചില ദൈവമക്കൾ എങ്ങനെ എടുക്കപ്പെടും? ചൈനക്കാരെങ്ങനെ എടുക്കപ്പെടും? നിങ്ങൾ പറയും ലോകഭാഷയായ ഇംഗ്ലീഷിൽ പറയാമെന്ന്. ഇംഗ്ലീഷ് ലോകഭാഷയല്ല, ലോകഭാഷ ചൈനീസാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ചൈനീസ് ഭാഷയാണ്. ജനസംഖ്യ അവിടെയാണ് കൂടുതൽ. ഇനി ഒരു കാര്യം കൂടെ അറിയണം, അങ്ങനെ എടുക്കപ്പെട്ടാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പല ഭാഷക്കാർക്ക് എടുക്കപ്പെടാൻ പറ്റുകയില്ല. അങ്ങനെയാണ് ചോദ്യം, ഇവിടെ കയറി വരിക എന്ന് കർത്താവ് ഏതു ഭാഷയിൽ പറയും? ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി മടങ്ങിപ്പോകുമ്പോൾ ഇതറിഞ്ഞിട്ടേ പോകാവൂ. നമ്മുടെ ഇന്ത്യയിലുള്ള, ലോകത്തിലുള്ള ഇതുവരെ അറിയപ്പെട്ട 4978 പ്രിന്റിംഗ് ലാംഗ്വേജും 130,000 അല്ലാത്ത ഭാഷകളുമുണ്ടെന്ന് ഏകദേശ കണക്ക്. ഈ ഒരൊറ്റ ഭാഷയിലും ഇവിടെ കയറി വരിക എന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അതൊരു പക്ഷാഭേദമാകും. പിന്നെങ്ങനെ പറയും? സഭയെ കൊണ്ടുപോകാൻ ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവിന് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം പറയും, പരിശുദ്ധാത്മാവാണ് മണവാട്ടിയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കെ എബ്രഹാമിനെ നിങ്ങൾ അനുസരിക്കണ്ട, മനോജ് മാസ്റ്ററെ അനുസരിക്കണ്ട, കുവൈറ്റിലെ ദൈവദാസന്മാരെ ആരെ നിങ്ങൾ അനുസരിക്കണ്ട. പക്ഷെ ദൈവവചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതായതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതിരുന്നാൽ എൻ്റെ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടാൻ കഴിയുകയില്ലെന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് പറയട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ദയവായി ദയവായി ഇപ്പോഴാരും എഴുന്നേൽക്കരുത് എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കണ്ണു തുറന്നിടത്തും വലത്തും അലക്ഷ്യമായി ആരും നോക്കരുത്. ഒരു ശക്തമായ പ്രാർത്ഥന ഇന്ന് രാത്രി നമ്മുടെ മധ്യ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. സപ്തവർണ്ണ കവചിതമായ ദൈവസ്നേഹത്തിന്റെ 1ാമത്തെ നിറം അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സ്വർഗത്തിൽ നമുക്കൊരു അപ്പനുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ആരുടെ മകനാണ്? നമ്മൾ ആരുടെ മകനാണ്? സ്വർഗത്തിലെ അപ്പന്റെ മകനാണോ? ഒരു ബോധ്യം ഇതുവരെയും ഉണ്ടായില്ലെങ്കിൽ, ഇതുവരെയും പാപമോചനം പ്രാപിച്ചില്ലെങ്കിൽ, ആ യേശുവിന്റെ രക്തത്താൽ ഒരു കഴുകൽ പ്രാപിക്കുവാൻ, യേശുവിന്റെ രക്തം കൊണ്ടൊരു പാപമോചനം പ്രാപിക്കുവാൻ, ജീവന്റെ പുസ്തകത്തിനകത്ത് ഇന്ന് രാത്രി നമ്മുടെ പേരെഴുതപ്പെടുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കാൽവറിയുടെ കുലത്തളത്തിൽ മാനവരാശിക്ക് വേണ്ടി തന്റെ ജീവനെ ബലിയായി അർപ്പിച്ച അരുമനാഥനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യം വന്നിട്ടുണ്ട്. ആ സ്നേഹം നമ്മൾ എത്രയോ പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞു. കർത്താവേ, ആ സ്നേഹം എനിക്ക് വേണ്ടെന്ന് നീ തള്ളിക്കളഞ്ഞില്ലേ? ഇന്ന് പോകല്ലേ, പോകല്ലേ. ഈ പ്രസംഗം കേട്ടിട്ട് അങ്ങനെ പോകല്ലേ, അങ്ങനെ പോകല്ലേ. ഇന്ന് രാത്രി ആ യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക്. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ
ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ നമ്മുടെ ഹൃദയത്തോട് ശക്തമായി ഇടപെടുന്നുവെങ്കിൽ വില കൂടിയ ഒരു ഉരുപ്പടിയാകാൻ തടസ്സമായിരിക്കുന്ന ആ കീടം ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ കഴുകിക്കളയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവദാസൻ ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഈ വലിയ യോഗം, അഭിഷക്തന്മാർ ഒരുപാട് പേരിരിക്കുന്ന ഈ യോഗത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ളവർ ഒരു നിമിഷം ആ കരം ഉയർത്തി കാണിച്ചാട്ടെ. അവർക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഉയർത്തിപ്പിടിച്ചാട്ട കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. അവർക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ പ്രധാന ദൈവം അനുഗ്രഹിക്കട്ടെ. ആ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഉയർത്തിപ്പിടിക്കാം ആ കരങ്ങൾ. ചില കരങ്ങൾ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. ഉയർത്തിപ്പിടിക്കാം ആ കരങ്ങൾ, ഉയർത്തിപ്പിടിക്കാം ആ കരങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആമേൻ. ഒരു നിമിഷം ദയവായി ആ പ്രാർത്ഥിക്കുവാൻ കരമുയർത്തി എഴുന്നേറ്റ് നിൽക്കുമോ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ആ സ്ഥലത്ത് ആ കരമുയർത്തിയവർ ആ സ്ഥലത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കും. എഴുന്നേറ്റ് നിന്നാട്ടെ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ശക്തമായി ദൈവാത്മാവ് ഇന്ന് രാത്രി ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവദാസന്മാരെല്ലാം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഈ നിൽക്കുന്നവരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം സ്പർശിക്കേണ്ടതിനായി സഹോദരിമാരുടെ കൂട്ടത്തിൽ ഇനിയും പ്രാർത്ഥന താല്പര്യമുള്ളവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തൽസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ശക്തമായി പ്രാർത്ഥിക്കുവാൻ, വലിയ ദൈവശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കുവാൻ, ആത്മാവിന്റെ വലിയ വ്യാപാരം നമ്മുടെ മധ്യേ ഉണ്ടാകുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇനിയും ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നെ കേൾപ്പിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ജീവിതങ്ങളെ തൊടുമാറാകട്ടെ. വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവദാസന്മാരെല്ലാം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇരിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇരിക്കുന്ന ദൈവമക്കളിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ജീവിതങ്ങളെ തൊടുമാറാകണമേ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഇന്ന് രാത്രി യഹോവയ്ക്ക് തന്റെ മക്കളോട് കരുണ തോന്നുന്നുവെന്ന് വായിച്ചതുപോലെ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൽ ഇല്ലപ്പാ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഇനി പോകില്ല. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. പ്രാർത്ഥിക്കാം. നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഈ നിൽക്കുന്നതിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇവിടെ താണിപ്പഴുതുള്ള കരം തൊടണമേ. ഹൃദയത്തിനകത്ത് വളരെ വേദനയോട് ഇവിടെ ചെല്ലുന്നുണ്ട്. എന്റെ ദുഃഖം ഞാൻ ആരോട് പങ്കുവയ്ക്കും? എന്റെ വേദനകൾ ഞാൻ ആരോട് പറയും? ഇന്ന് രാത്രി സഹോദരി, നീ കടന്നു പോകുന്ന ആ വേദന എന്റെ ദൈവം അറിയാതെയല്ല, നിന്നെ നല്ലൊരു ഉരുപ്പടിയാക്കുവാൻ എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, എന്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിപ്പാൻ, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ, നീ വിചാരിക്കുന്നതിനേക്കാൾ നന്നായി നിന്നെ അനുഗ്രഹിപ്പാൻ എന്റെ ദൈവത്തിന് പ്ലാനുണ്ട്. ഭാരത്തോടെ ഇന്ന് രാത്രി മടങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി കർത്താവ് നിന്റെ മക്കളെ തൊട്ടതിനാൽ സ്തോത്രം. ചില പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് രാത്രി എഴുതിയതിനാൽ സ്തോത്രം. പരിശുദ്ധാത്മാവിലൂടെ ശക്തമായി ഇടപെട്ടതിനാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ രാത്രി വന്നവർ ഇതുവരെ അനുഭവിക്കാത്ത ആത്മസന്തോഷത്തോടെ തൃപ്തിയോടെ മടങ്ങിപ്പോകാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പണിയുന്ന തട്ടാൻ, ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവ്, ഞങ്ങളെ ചേർക്കുന്ന മണവാളൻ, ഇന്ന് രാത്രി ഞങ്ങളുടെ കർത്താവാകിയാൽ നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹത്തോടെ നിന്റെ കുഞ്ഞുങ്ങളെ അയക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ദാസന്മാരായ ഞങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചയക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.